ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോനോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നാൽ നമുക്ക് അധിക കാലം കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാ വെളിച്ചെണ്ണയിലും ഓയിലിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നല്ലത് നല്ലെണ്ണയിലാണ് എന്ന് മാത്രം. അപ്പോൾ ഒരു സെക്ഷന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് പൊരിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളതിൽ മുളക് പൊടി ഉണ്ടായിരുന്നു. പിന്നെ എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കാരണം കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൽ ബീഫ് പൊരിച്ച എണ്ണ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൽ കിടന്നൊന്ന് ബീഫ് ഒന്ന് മിക്സായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എത്രയാണോ വിനാഗിരി വേണ്ടത് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ലൂസായിട്ട് വേണ്ടത് അത് തന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി കുറച്ച് ലൂസായിട്ടിരുന്നാലും തണുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ഒരു ജാർ ബോട്ടിലിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.